ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിനൊരു സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇവിടെ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകിട്ടാണ്. നല്ല മഴയുണ്ട്. ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ അപ്പോൾ അതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് ഇടുന്നില്ല. നെയ്യ് അത് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നേ, അതാണ് അലരാൻ ഇത്തിരി താമസം. ഇതിലേക്ക് 2 ഗ്രാമ്പൂവും ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു 3-4 ഏലക്കായ് ഇങ്ങനെ ചതച്ചിട്ടുണ്ട്. 3 ഏലക്കായ് കല്ലിൽ വെച്ച് ചതച്ചതാണ്. ഗ്രാമ്പൂ, ഒരു ജാതിപത്രികയുടെ ഒരു ചെറിയ പീസ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞൊന്നും പോവണ്ട, പതുക്കെ ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോവണ്ട, പതുക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയേ. അപ്പോൾ ഇവിടെ മഴയുണ്ട്, ഇടിയും കുടുങ്ങുന്നുണ്ട്. മഴ അങ്ങനെ അതിശക്തമായിട്ടല്ല, പതുക്കെ ഇങ്ങനെ ചാറി നിൽക്കുവാണ്. അതേ സവാളയൊക്കെ ചൂടായി വരുന്നുണ്ട്. പതുക്കെ വാടിക്കിട്ടിയാൽ മതി. ഇനി ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ ക്യാരറ്റ്. പിന്നെ ഒരു ചെറിയ പീസ് കോളിഫ്ലവർ, പിന്നെ ഒരു 2-3 ബീൻസ്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ ചെറിയൊരു പീസ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 2-3 ബീൻസ്, അതൊരു നീളത്തിലരിഞ്ഞതാണ്, വട്ട അരിഞ്ഞത്. അപ്പോൾ ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി അല്പം വെള്ളം തളിച്ചിട്ടാണ് വെച്ചിരുന്നത്, അല്ലെങ്കിൽ കറുത്തു പോകും. ഇനി ഇത് ഒന്ന് മൂടിയിടാം. അപ്പോൾ ആവി കിടന്ന് വേട്ടെ. കുക്കറിലാണെങ്കിൽ ഒറ്റയടി അടിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കറിലല്ല ഇടുന്നത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കുണ്ടായ പച്ചമുളകാണ്, ശരിക്കും അങ്ങ് മൂത്തിട്ടില്ല, എന്നാലും എരിവുണ്ട്. അത് വട്ടം കണ്ടിച്ചാണ് ഇട്ടിരിക്കണേ. ഒരല്പം ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് വെന്തോളും. ഉണക്കുകയാണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിരിക്കണം. അപ്പോൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരല്പം നേരം കഴിഞ്ഞിട്ടിടാം. കുറച്ചങ്ങ് ഇട്ടേക്കാം, ഒരല്പം ഇട്ടേക്കാം. ചൂടായിട്ടുണ്ടല്ലോ. ഇനി ആദ്യത്തെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ തേങ്ങാപ്പാലാണ്. ഞാനിതൊരു തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു മുറിയും പിന്നെ ഒരു അല്പം എടുത്തിട്ടുണ്ട്, ഒരു കാഭാഗവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ, വേവെന്തായെന്നൊക്കെ. ഒത്തിരി അങ്ങോട്ട് വെന്തങ്ങോട്ട് ഉടയണ്ട. ആ ഉരുളക്കിഴങ്ങ് മാത്രം വേണമെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചിട്ടാൽ മതി. ഒത്തിരിയല്ല,
2-3 പീസൊക്കെ വേണമെങ്കിൽ ഉടച്ചിടാം. ഇതേ അപ്പം ഞാൻ കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ട് ചതച്ച് വെറുതെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഉള്ളവർക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചതച്ചിട്ടാണ് ഇട്ടിരിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്ത് കശുവണ്ടി അരച്ച് വെച്ചിരുന്നതാണ്. ഒരല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കുതിർത്തിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ലെങ്കിൽ ഒരല്പം മൈദാപ്പൊടി ഉണ്ടെങ്കിൽ അത് 1 സ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് അരിപ്പയിൽ അരിച്ചൊഴിച്ചാൽ മതി. പണ്ടൊക്കെ എല്ലാവരും ഈ മൈദയൊക്കെയാണ് കലക്കി ഒഴിക്കുന്നത്. ഇനി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളക്കൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് ചൂടാവണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാലോ തേങ്ങ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അത് ആ ചൂടിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.